ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴവും ശക്തമായ ഇടപെടൽ, ദൈവത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം, സമാധാനം നൽകത്തക്ക നിലയും ഈ സാഹചര്യത്തിലും ഈ അവസ്ഥയിലും ദൈവം നമ്മെ വചനം കൊണ്ട് താങ്ങുക, വചനം കൊണ്ട് പോഷിപ്പിക്കുക, ദൈവത്തിൻ്റെ ദൂതിനാൽ, ദൈവത്തിൻ്റെ ആലോചനയാൽ മുമ്പോട്ട് നടത്തുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 12-13 വാക്യങ്ങൾ. സക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നമുക്ക് വളരെ പരിചയമുള്ളൊരു തിരുവെഴുത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്ത് ആഴമായി ഇടപെടുന്ന ദൂത്. ഇന്ന് ചില വിഷയങ്ങളെ കണ്ട് ഭ്രമിച്ചു നിൽക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ദൂത്. സക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയപരവേശനായി. വചനം പറയുന്നു, ദൈവത്തിൻ്റെ വൈതിലെ ചിലത് കണ്ട് ദുഃഖിച്ചിരിക്കുന്ന, ചിലത് കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന, ചിലത് അനുഭവിച്ച് മനസ്സ് തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വ്യക്തമായി സംസാരിക്കാനുണ്ട്, ദൈവത്തിന് ഇടപെടാനുണ്ട്. ഇന്ന് കണ്ടത് നിമിത്തം ഭ്രമിച്ചുപോയ സാഹചര്യമാണോ, ഭയപ്പെട്ടുപോയ സാഹചര്യമാണോ? ദൈവത്തിൻ്റെ വയതിലെ ആ ഭയത്തെ ദൈവം തുടച്ചു മാറ്റുന്ന ഒരു ദിവസമാണ്. ആ ഭയത്തെ ദൈവം എടുത്തു മാറ്റുന്ന ഒരു ദിവസമാണ്. കാരണം ഒരു സന്തോഷ വാർത്തയാണ് സക്രിയാവിൻ്റെ കാതുകളിൽ കേട്ടത്, കേൾക്കുവാൻ ആഗ്രഹിച്ചത്, വർഷങ്ങൾക്ക് മുമ്പ് വരെ ആഗ്രഹിച്ചിരുന്ന, വർഷങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സന്തോഷ വാർത്ത സക്രിയാവ് കേൾക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ദൂത് പറയുക, ദൈവത്തിൻ്റെ ആലോചന ശക്തമായി ഇടപെടുക. കേൾക്കുവാൻ ആഗ്രഹിച്ചത് കേൾക്കാൻ പോവുക, കാണാൻ ആഗ്രഹിക്കാത്തത് കണ്ടു ഭ്രമിച്ചവരോടുള്ള ദൈവത്തിൻ്റെ ദൂതിത. കേൾക്കുവാൻ ആഗ്രഹിച്ചത്, കാണുവാൻ ആഗ്രഹിച്ചത് ഉടനെ തന്നെ കാണുന്ന ഒരു ദൈവപ്രവൃത്തി കൂടാരത്തിൽ വ്യക്തവും ശക്തമായി ദൈവം വെളിപ്പെടുത്താൻ പോവുക. വാക്ക് പറഞ്ഞ് മാറാത്ത ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത. സക്രിയാവ് ആഗ്രഹിച്ച ശബ്ദം, സക്രിയാവ് പ്രതീക്ഷയോടിരുന്നൊരു സമയം അത് നടക്കാതിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയമായപ്പോൾ ഉത്തരവുമായി, മറുപടിയായി, ദൈവിക ആലോചനയായി ദൂതനെ അയച്ചതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വൈതലെ ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നിൽക്കുന്ന, ഭയപ്പെട്ട് നിൽക്കുന്ന വിഷയം തിരിയാൻ പോവാ. ആ സാഹചര്യം മാറാൻ പോവാ. ദൈവത്തിൻ്റെ ഇടപെടൽ ആ വിഷയത്തിന്മേൽ നടക്കാൻ പോവാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന, സംവത്സരങ്ങളായി പ്രാർത്ഥിക്കുന്ന അവരോടുള്ള ദൈവത്തിൻ്റെ ദൂതിത. സംവത്സരങ്ങളായി വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ സമയം വരെ ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമിതാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുക, പ്രാർത്ഥനയ്ക്ക് മറുപടിയായിരിക്കുക, പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിച്ചു കഴിഞ്ഞിരിക്കുക. ഇന്ന് ദൂത് ആഴത്തിൽ വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ വൈതിലെ കേൾക്കുവാൻ ആഗ്രഹിച്ച ശബ്ദം, കേൾക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ ആലോചന, ഇതാ ദൈവം ഇടപെടുന്നു. ദൈവത്തിൻ്റെ ദൂതിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. സ്വർഗം തുറന്ന് ദൈവശബ്ദം ഇന്ന് വെളിപ്പെടുത്തുന്നു. സക്രിയാവേ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവം വ്യക്തമാക്കുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇനി തലമുറയ്ക്ക് വിവാഹം നടക്കത്തില്ല എന്ന് വിധി കൽപ്പിച്ചവരോട്, ഇനി തലമുറയുടെ ഭാവി വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമാണോ, പ്രത്യാശ നഷ്ടപ്പെട്ട വിഷയമാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. ഭയ
ഭയപ്പെടേണ്ട, ഇനി ഭ്രമിച്ചു പോകേണ്ട. ഇതാ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ജീവിതത്തിൽ കേൾക്കുവാൻ ആഗ്രഹിച്ച സമയത്ത് കേട്ടില്ലായിരിക്കും ഒരു പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദവിതാ. അത് മഹത്തായ ഒരു ഉത്തരം, ശ്രേഷ്ഠമായ ഒരു ഉത്തരം ജീവിതത്തിലേക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് കൈമാറുക. ഈ ദിവസങ്ങളിൽ ചില വിടുതൽ നടക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ആഴമായി ചില കുടുംബങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തന്നിരിക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം കൽപ്പിച്ചിരിക്കുക. അത് കണ്ണാൽ കാണാൻ പോവുക, അത് കണ്ണാൽ ദർശിക്കാൻ പോവാ. ആ നിലയിലാ ദൈവത്തിൻ്റെ ഇടപെടൽ. ദൈവത്തിൻ്റെ വൈദിലെ ഒരു ഉത്തരവുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു മറുപടിയുണ്ട്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ആഴമായി വെളിപ്പെടുത്തുന്നു. സന്തോഷ വാർത്ത കേൾക്കും. ദൂത് ആഴത്തിൽ ഹൃദയത്തിൽ പതിയുന്നു. ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടല ഇപ്പോൾ വചനത്തിലൂടെ പരിശുദ്ധാത്മ പകരുന്നത്. സഖറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ മറുപടി കണ്ട് കർത്താവിനെ സ്തുതിക്കാൻ പോവാ. ദൈവത്തിൻ്റെ ഉത്തരം കണ്ട് ദൈവത്തെ ആരാധിക്കാൻ പോവാ. ദൈവത്തിൻ്റെ മറുപടി കണ്ട് അനേകരോട് സാക്ഷ്യം പറയാൻ പോവാ. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എൻ്റെ യാചന കേൾക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ വൈദിലെ അതുപോലൊരു ദൈവ പദ്ധതി കർത്താവിതാ ചെയ്യാൻ പോവാ. സഖറിയാവ് എത്രയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എത്രയോ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ തനിക്കൊരു കുഞ്ഞില്ലായിരുന്നു, തനിക്കൊരു തലമുറയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വൈദിലെ ദൈവം നൽകിയില്ലേ. അനേകരുടെ വിടുതൽ കണ്ട്, അനേകരുടെ ജീവിതത്തിൽ നടക്കുന്ന വാഗ്ദത്തങ്ങൾ കണ്ട്, ദൈവത്തിൻ്റെ വൈദിലെ കണ്ട് ആരനുഭവത്തിലായിരിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ ഇതാ വാഗ്ദത്തങ്ങൾ നടക്കുന്നു, വാഗ്ദത്തങ്ങൾ നിറവേറുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കരം ചലിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന, സാഹചര്യങ്ങൾക്ക് വ്യതിയാനം വരുത്തുന്ന സ്വർഗത്തിലെ കരം, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോകുന്നതിനായി, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.